blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിങ്ങളിത് വാച്ച് ചെയ്യുമ്പോൾ തന്നെ പരിചയത്തിലുള്ള ചിലരെ ഫോൺ ചെയ്ത് പറയുക, ഈ പ്രോഗ്രാം ഇപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറയുക. അതിലൂടെ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ആൻഡമാൻസിൽ നിന്നുള്ള ആനി തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ അങ്ങ് ചൊരിഞ്ഞ നന്മകൾക്കായി കർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള സുചിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ ജോലി നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു ജീസസ്. തുടർന്ന് കർത്താവ് ആ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ 2 മക്കൾക്ക് നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും ഭാവിയും നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. In this world there are winners and losers. ഇന്ന് ലോകത്തിൽ ജയിക്കുന്നവർ, ജയാളികളും പരാജിതരുമുണ്ട്. In any field. ഏത് മേഖലയിൽ നമുക്ക് കാണാം. In sports we can see winners and losers. നമുക്ക് സ്പോർട്സ് നോക്കിയാൽ ജയാളികളെയും പരാജിതരെയും കാണാം. In studies we can see winners and losers. അപ്പോൾ തന്നെ പഠനത്തിൽ നോക്കിയാലും ജയാളികളെയും പരാജിതരെയും കാണാം. Businesses we can see winners and losers. അപ്പോൾ തന്നെ ബിസിനസ് നോക്കിയാലും വിജയികളെയും പരാജിതരെയും കാണാം. In families and marriages we can see winners and losers. കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ വിജയികളായിട്ടുള്ളവരെയും പരാജിതരായിട്ടുള്ളവരെയും കാണാം. As we take us as believers or ministers we can see winners and losers. അപ്പോൾ തന്നെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിലോ അവരുടെ ആ മേഖലകളിൽ വിജയികളെയും പരാജിതരെയും നമുക്ക് കാണാൻ സാധിക്കും. But first of all let me tell you a good news. The Heavenly Father wants us all to be winners. എന്നാൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കുന്നത് നാം വിജയികളായി തീരണമെന്നാണ്. We are going to read from the New Testament, Hebrews chapter number 12 and verse number 1 to 3. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ്. Verse number 1 says, therefore, since we are surrounded by such a great cloud of witnesses, let's throw off everything that hinders and the sin that so easily entangles, and let's run with perseverance the race
marked out for us. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Now we are going to read verse number 2. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വചനം വായിക്കാൻ പോകുകയാണ്. Fixing our eyes on Jesus, the pioneer and perfecter of faith, for the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. രണ്ടാമത്തെ വചനം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. One more verse, number 3. Consider him who endured such opposition from sinners, so that you will not grow weary and lose heart. മൂന്നാമത്തെ വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. Hallelujah. ഹല്ലേലൂയ. Very, very powerful. വളരെ ശക്തിമത്തായ വചനം. Whenever I read these verses, it's like a huge power engine is connected to my heart. I am really, all my spiritual batteries are charged. എപ്പോഴൊക്കെ ഈ വചനം ഞാൻ വായിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആത്മീക യന്ത്രത്തിന്റെ എൻജിൻ പ്രവർത്തിക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ആത്മീക ബാറ്ററികൾ മുഴുവൻ ചാർജായി തീരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. Some of the things the Holy Spirit made me understand, I'm going to share with you. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ, പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കിച്ച ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. Are you ready for that? നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? If you are ready, you can shout now a Nashik hallelujah. ഈ സമയത്ത് നിങ്ങൾ തയ്യാറാണെങ്കിൽ കൈകൾ ഉയർത്തി ഒരു നാഷിക് ഹല്ലേലൂയ പറയാമോ? Oh, that's very powerful. ഓ, നാഷിക് എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ശക്തിമത്തായി. Number 1, life is a race. ഒന്നാമത്തെ കാര്യം, ജീവിതം അതൊരു ഓട്ടമാണ്. Many competitions and games and races are going on right now in Olympics. ഇന്നിപ്പോൾ ഒളിമ്പിക്സിൽ ഒത്തിരി ഗെയിമുകൾ, കോമ്പറ്റീഷനുകൾ, മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. But this is not that kind of a race. എന്നാൽ ഇത് അത്തരത്തിലുള്ള ഒരു മത്സരമല്ല. The Holy Spirit says, in the kingdom of God in this world, each one of us, we are running a race. പരിശുദ്ധാത്മ പറയുന്നു, ദൈവരാജ്യത്തിനകത്ത് നാം ഓരോരുത്തരും ഓട്ടം ഓടേണ്ടതായിട്ടുണ്ട്. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെ ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.
But in this race, there are some specialities. എന്നാൽ ഈ ഓട്ട മത്സരത്തിൽ ചില പ്രത്യേകതകളുണ്ട്. In this race, completing is more important than competing. ഈ മത്സരത്തിന്റെ പ്രത്യേകത മത്സരത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ആ മത്സരത്തെ പൂർത്തിയാക്കുക എന്നുള്ളത്. It's not whether you become first or second or third, but it is finishing the race. ഇത് നിങ്ങൾ ഒന്നാമതായോ രണ്ടാമതായോ മൂന്നാമതായോ എന്നതിനല്ല, മറിച്ച് ഓട്ടം പൂർത്തിയാക്കിയോ എന്നതിനാണ് പ്രാധാന്യമുള്ളത്. Because in 2 Timothy, Paul says, I finished my race. കാരണം 2 തിമോത്തിയോസിൽ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. So if you quit in between, that is wrong. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ പിൻവാങ്ങുന്നുവെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. You should have the spirit of finisher. ഓർക്കുക, നമുക്ക് പൂർത്തിയാക്കുന്നവന്റെ ഒരു ആത്മാവ് മനോഭാവമുള്ളവരായിരിക്കണം. Until and unless you touch the finishing line, you will never become a winner. ഓർക്കുക, നിങ്ങൾ ആ അവസാന പോയിന്റ് ലൈനിൽ തൊടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു വിജയിയായിരിക്കില്ല. Another thing I understood from this text is this. ഈ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം ഇതാണ്, Jesus also ran this race. യേശു കർത്താവും ഇങ്ങനൊരു ഓട്ടം ഓടിയവനാണ്. Did you listen to that? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടുവോ? Not only we are running the race, but Jesus came here to this arena and he also ran the race. നോക്കുക, നാം മാത്രമല്ല ഓട്ടക്കളത്തിൽ ഓടുന്നത്, മറിച്ച് നമുക്ക് മുൻപായി യേശു കർത്താവും ഇതുപോലെ ഓട്ടം ഓടി തികച്ചവനാണെന്ന്. He touched the finishing line അവൻ അവസാന പോയിന്റ്, ആ ലൈൻ അവൻ തൊട്ടതാണ്. and he was declared the winner. എന്നിട്ട് അവൻ താൻ വിജയി എന്ന് പ്രഖ്യാപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So the Holy Spirit says Jesus also ran the race and he became the winner. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു കർത്താവും ഇതുപോലെ ഓട്ടം ഓടിയവനായിരുന്നു എന്ന് മാത്രമല്ല, അവനൊരു വിജയിയായി തീർന്നു. Now he finished the race. ഇപ്പോൾ അദ്ദേഹം തന്റെ ഓട്ടം പൂർത്തിയാക്കി. He is standing at the finishing line. ഇപ്പോൾ താൻ അവസാന പോയിന്റിൽ താൻ നിൽക്കുകയാണ്. But we are still running the race. എന്നാൽ ഇപ്പോൾ നാം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. Now Jesus turned around. Now he is looking at us, still running the race. ഇപ്പോൾ അവസാന പോയിന്റിൽ നിൽക്കുന്ന യേശു കർത്താവ് തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is wearing the victor's crown. ഇപ്പോൾ അദ്ദേഹം ജയാളിയുടെ കിരീടം ധരിച്ചിരിക്കുന്നു. And what is he doing? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? When we fall down, നാം വീണു പോയാൽ, he's not saying, I told you, this is not right. ഓ ഞാൻ നിന്നോട് പറഞ്ഞ ഇത് ശരിയാവില്ല എന്ന്. I am the only winner. You cannot make it. ഓ ഞാൻ മാത്രമേ ജയിക്കുള്ളൂ എന്ന് നിനക്കറിയാൻ You're പാടില്ല. all mere humans. I am the son of God. ഓ നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല, കാരണം നീ ചുമ്മാ ഒരു മനുഷ്യന്റെ മകനാണ്, പക്ഷെ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കല്ലേ. That's not Jesus does. അങ്ങനെ ഒരിക്കലും യേശു കർത്താവ് പറയില്ല, ചെയ്യില്ല. I remember in my school days, എന്റെ സ്കൂൾ കാലഘട്ടത്തെ ഞാൻ whenever we had a sports event, ഇപ്പോഴൊക്കെ സ്പോർട്സിന്റെ പരിപാടികൾ നടക്കുമോ, some of the children will be running, ചില കുട്ടികളൊക്കെ ഓടുവാൻ തുടങ്ങും, all others will be watching. മറ്റുള്ളവരെല്ലാവരും കാഴ്ചക്കാരായി നിൽക്കും. And when the children are running, ആ കുട്ടികൾ ഓടുവാൻ തുടങ്ങുമ്പോൾ all others will be saying up, 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 clapping their hands. ആ സമയത്ത് മറ്റു കുട്ടികൾ എല്ലാവരും കൂടെ കൈകൾ അടിച്ചുകൊണ്ട് അപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് This പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. is what I imagine in my mind. Jesus at the finishing line, looking at us. Each time when we run, he's saying, up, 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 son, run, run, run. I'm here. എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന ഭാവന ഇതാണ്, ഓരോ പ്രാവശ്യവും ഓരോ കാലെടുത്ത് വെച്ച് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന പോയിന്റിൽ നിൽക്കുന്ന യേശു കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട്, മകനെ അപ്പ് അപ്പ് അപ്പ്, നന്നായി ഓടുക എന്ന് പറഞ്ഞ് നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When you fall down, നിങ്ങൾ വീണുപോയാൽ the Lucifer will he fell. ഓ എന്നാൽ ലൂസിഫർ ഇവനെന്താ വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കും. Your neighbors will clap and laugh. നിങ്ങളുടെ അയൽവക്കക്കാർ കൈയടിച്ച് നിങ്ങളെ കളിയാക്കിയെന്നിരിക്കും. Maybe your mother-in-law also will laugh. ഒരു പക്ഷെ നിങ്ങളുടെ അമ്മായിയമ്മയും No, കൈയടിച്ചിരിക്കും. in Nashik, all the mother-in-laws are very good. Not mother-in-laws, mother-in-grace. മദർ ഇൻ ലോ, നാഷിക്കിലെ എല്ലാ മദർ ഇൻ ലോസും വളരെ നല്ല, മദർ ഇൻ ലോ അല്ല, മദർ ഇൻ ഗ്രേസ് ആണ്. I'm not talking about such people, but many people try to discourage us. എന്നാൽ ഓർക്കുക, ഒത്തിരി ആളുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം ഓടുമ്പോൾ നമ്മെ നിരാശപ്പെടുത്തുവാൻ വേണ്ടി But not പ്രോത്സാഹിപ്പിക്കാതിരിക്കും. Jesus. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല. Even if you fall down, നിങ്ങൾ വീണു പോയാലും He'll give His hand. അവൻ തന്റെ കൈകൾ നീട്ടി, Son, daughter, don't worry. ഓ മകനെ മകളെ നീ ഭയപ്പെടേണ്ട, I'm there with you. ഞാൻ നിന്റെ കൂടെയുണ്ട്.
I will help you to finish the race. നിന്റെ ഓട്ടം പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കും. I will help you to finish the studies. നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. I will help you to go on with the marriage. ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഞാൻ നിന്നെ സഹായിക്കാം. Philippians chapter 1 verse number 6 says, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. Our God is not a God of abandoned projects. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികളുടെ ദൈവമല്ല. Hallelujah. ഹല്ലേലൂയ. Whatever he begins in you, he will finish. അവൻ എന്ത് നിന്നിൽ ആരംഭിച്ചിട്ടുണ്ടോ അവൻ അത് അവസാന നാളോളം പൂർത്തിയാക്കും. That's what Paul says, the God who started a good work in you will make it to the finishing point when he comes. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവന്റെ അവസാന നാളോളം അതിനെ തികയ്ക്കണം. How many of you really have a faith to count on Jesus that he will help you to finish what he have started? അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ചത്, ഓടുവാൻ ആരംഭിച്ചിട്ടുള്ള കാര്യം, അതിനെ പൂർത്തിയാക്കുവാൻ യേശു കർത്താവ് അതിനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? If you started a ministry, നിങ്ങളൊരു ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ this Jesus will help you to finish it. അതിനെ പൂർത്തിയാക്കുവാനായി ഈ യേശു കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും. If you started to conduct a prayer group, ഒരു പ്രയർ ഗ്രൂപ്പ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ, Jesus will help you to take it to the finishing line. യേശു കർത്താവ് അതിന്റെ അവസാന പോയിന്റിൽ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങളെ അതിനുവേണ്ടി If you സഹായിക്കും. started an organization, നിങ്ങളൊരു ഓർഗനൈസേഷൻ, ഒരു സംഘടന തുടങ്ങിയിരിക്കുന്ന because വ്യക്തിയാണോ, Jesus is the captain and pioneer, he will help you out to take it to completion. യേശു കർത്താവ് നായകനും അത് പൂർത്തി വരുത്തുന്നവനും ആയതുകൊണ്ട് അതിനെ പൂർത്തിയാക്കുവാനായിട്ട് അവൻ നിങ്ങളെ സഹായിക്കും. Somebody say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഉറക്കെ പറയാമോ? Say, thank you Jesus. ഉറക്കെ പറഞ്ഞാൽ നന്ദി യേശുവേ. Now I gave you some explanation on the text. ഞാൻ ഈ ഭാഗത്ത് നിന്നുള്ള ചില വിശദീകരണങ്ങളാണ് നൽകിയത്. Now we are going to read it again, ഇനി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ വായിക്കാൻ so പോകുന്നു. that you will have a clearer picture. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. Hebrews 12 1 2 3. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ. Listen to this. Therefore, since we are surrounded by such great cloud of witnesses, this is because in the previous chapter, chapter number 11, the author was bringing the faith heroes to us and explaining how they fought the fight of faith and became winners. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 1-ാം വചനം, ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഇത് ഇദ്ദേഹം പറയുവാൻ കാരണം ഗ്രന്ഥകർത്താവ് ഇതിന് തൊട്ടു മുൻപുള്ള അധ്യായം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരായിട്ടുള്ള പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ സമൂഹത്തെ തന്നെ അദ്ദേഹം മുന്നിൽ കൊണ്ടുവന്നു. അവരുടെ കാര്യത്തെ മുൻനിർത്തി ആ പശ്ചാത്തലത്തിലാണ് ഈ വചനം താൻ എഴുതിയിരിക്കുന്നത്. ബ്രദർ, ഈ സഹോദരിയുടെ പേര് ഓമന എന്നാണ്. തനിക്ക് 6 വർഷമായിട്ട് തൻ്റെ വയറിനകത്ത് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ ഭയങ്കര എരിച്ചിലും അതോടൊപ്പം തന്നെ ഭക്ഷണം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ വയറ് കീറി മുറിയുന്ന രീതിയിൽ വേദനയുമായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വയറ്റിൽ നിന്ന് ഇളക്കം അതുപോലൊപ്പം തന്നെ പലവിധമായ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ താൻ 6 വർഷമായിട്ട് താൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും താൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ 6 വർഷവും ഈ വേദന തുടങ്ങി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ കരം പോലും വെക്കാൻ പറ്റില്ല. വയറിന് മുകളിൽ താൻ കരം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേദന കൂടും, വെറുതെ കൈവച്ചാലും വേദനയാണ്. അതുപോലെ തൻ്റെ വയറ്റിനകത്ത് എന്തോ സംഭവിക്കുന്നു, ഒരു അണുബാധ പോലെയോ അങ്ങനെ ഏതോ രീതി താൻ ചിന്തിച്ചു. എന്തോ ഒരു മഹാരോഗമാണ് ഇത് എന്ന് വരെയും ചിന്തിച്ചു. താൻ പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. എന്നാൽ താൻ പറഞ്ഞു പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും, അവർ ഗ്ലൂക്കോസ് കയറ്റും, താൻ വീട്ടിൽ വരും. ഇതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വയറിന് അസ്വസ്ഥത തുടങ്ങും, താൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകും, ഗ്ലൂക്കോസ് കയറ്റി താൻ തിരിച്ചു വരും. ഇങ്ങനെ 6 വർഷത്തോളം തുടർമാനമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണത്തോട് തനിക്ക് താല്പര്യമില്ല, വിശപ്പ് തനിക്കില്ല. ഈ 6 വർഷമായിട്ട് തനിക്ക് വിശപ്പേ ഇല്ല. ഓരോ തവണ ഭക്ഷണം അല്പം കഴിക്കുമ്പോഴും വേദന ഉള്ളത് കൊണ്ട് അതിനോട് വിരക്തി വന്നു. വിശപ്പ് തനിക്കില്ല. പറയുന്നത് ശരിയാണ് പറയുന്നത്.
വിശപ്പ് തനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ 4 വർഷമായിട്ട് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്നുണ്ട്. താൻ ബ്ലെസ്സിങ് ടുഡേയിലൂടെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ തൻ്റെ സാക്ഷ്യമായി കേൾക്കുന്നത് താനെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2016 ഒക്ടോബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. താൻ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന് തലയാഴ്ചയിൽ താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നുള്ളൂ. അതിനുശേഷം താൻ TV പ്രോഗ്രാം ഒക്ടോബർ മാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം ടി വിയിലൂടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: വയറ് സംബന്ധമായ അസുഖമുള്ളവരെ ഇപ്പോൾ യേശു കർത്താവ് തൊടുന്നു, സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണേ, എനിക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ എനിക്ക് പറ്റണമേ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചു. സഹോദരി പറയേ, 6 വർഷമായി തനിക്കുണ്ടായിരുന്ന പ്രശ്നം അന്നത്തെ ഒറ്റ ദിവസത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതുവരെ വന്നിട്ടില്ല. ഒക്ടോബർ മാസം മുതൽ മാസങ്ങൾ പലതും കടന്നുപോയി, താൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല എന്ന് താൻ സാക്ഷ്യം പറയുന്നത്. എന്താണ് ആ പ്രാർത്ഥനയിൽ? ബ്രദർ ഡാമിയനായിരുന്നു, സിസ്റ്റർ ഷമ ഡാമിയനായിരുന്നു, ആരായിരുന്നു? സിസ്റ്റർ ഷമ ഡാലിയനായിരുന്നു. ഓക്കെ, എന്താണെന്ന് ടി വിയിലൂടെ പറഞ്ഞ സിസ്റ്റർ? സിസ്റ്റർ പറഞ്ഞു, വയറ്റിൽ എരിച്ചിലും പുകച്ചിലുമുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ വയറ്റിൽ വ്രണം പോലെയുള്ള വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റേത് തന്നെയായിരിക്കുമെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. എനിക്ക് അസുഖം മാറിയതുപോലെ തോന്നി. അതിനുശേഷം എനിക്ക് വിശപ്പുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോയത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 4 മാസമായി ഇത് നടന്നിട്ട്. അതിനുശേഷം എപ്പോഴെങ്കിലും പ്രശ്നം ഒരിക്കൽ പോലും വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. എനിക്ക് നല്ല വിശപ്പ് കൊണ്ട് ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ, കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ ചില ആളുകൾക്ക് ഇതൊരു നിസ്സാര കാര്യമായി തോന്നാം. പക്ഷേ ആസ്വദിച്ച് കഴിക്കേണ്ട ഭക്ഷണം, ചിലർ ജീവിക്കുന്നത് തന്നെ കഴിക്കാൻ വേണ്ടിയാണ്. കഴിക്കുന്ന സമയത്ത് വേദന വരുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ വെറും കൈയായി മടക്കി വിടുന്നവനല്ല, അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവ് നൽകിയ സൗഖ്യത്തിനായി യേശുവിന് നന്ദി പറഞ്ഞാലും, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ്, പ്രിയ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇതേ പ്രശ്നവുമായി അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അസിഡിറ്റിയുടെ പ്രശ്നം, ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഈ ശരീരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നു. അമ്മ ഒന്ന് കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ഉദരങ്ങൾ സൗഖ്യമാകട്ടെ, ഉദരത്തിനകത്തെ വ്രണങ്ങൾ സൗഖ്യമാകട്ടെ, അൾസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ദഹന പ്രശ്നങ്ങളുള്ളവർ, അസിഡിറ്റി ഉള്ളവർ, എരിച്ചിലുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണെന്ന്. ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുക. കർത്താവെ, വിശ്വാസത്തോടെ ഈ പ്രോഗ്രാം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സൗഖ്യങ്ങൾ കർത്താവ് കൊടുക്കണമേ. ആർത്രൈറ്റിസ് ബാധിച്ച വ്യക്തികളെ കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുകൂടാതെ വിവിധ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് വൃക്കകളിൽ, കിഡ്നികളിൽ രോഗമുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ പൈൽസ് രോഗമുള്ള പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾപ്പെടെ ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. മഞ്ഞപ്പിത്തം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുകവലി നിർത്താൻ കഴിയാതെ, മദ്യപാനം നിർത്താൻ കഴിയാതെ ഒക്കെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ ഇപ്പോൾ തന്നെ നടക്കട്ടെ. അതിൽ തന്നെ ജോസഫ് എന്ന പേരുള്ളൊരു വ്യക്തി വളരെ ക്യുക്കായി ഈ അടിമത്വങ്ങളിൽ നിന്നും, മദ്യപാനം, പുകവലി തുടങ്ങിയ ആ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് പുറത്തെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജോസഫ് പൂർണ്ണമായി ഇപ്പോൾ ഒരു വിടുതലിലേക്ക് വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട്, ഏകദേശം വൈറ്റ് നിറത്തിലുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട്, കാരണം ഒത്തിരി ജോസഫ്മാർ കാണും. അങ്ങനെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോസഫ് ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. എന്നാൽ ജോസഫിനെ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഈ സമയത്ത് മദ്യപാനത്തിൽ നിന്നും, പുകവലിയിൽ നിന്നും, മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗത്തിൽ നിന്ന് പുറത്തു വരാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ബിസിനസ് ഭയങ്കരമായി അധപ്പതിച്ചു പോയ വ്യക്തികൾ കർത്താവിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെയും മറ്റന്നാളും ഗൂഡല്ലൂരിലും മാനന്തവാടിയിലുമൊക്കെ ആയിട്ട് നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, എൻ്റെ പ്രാർത്ഥന ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷുമാരി തുടങ്ങിയ പല പുസ്തകങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കുക. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.